ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. ജാസ്മിൻ മണിചന്ദ്രമാല കാണാനായി ചോദിക്കുമ്പോൾ അച്ചമ്മ പറയുകയാണ്, പാടില്ല, അത് പൂജാമുറിയിൽ പൂജയ്ക്ക് വെക്കണം, അതിനുശേഷം പാർവതി അണിയിക്കും, അപ്പോൾ കണ്ടാൽ മതി. അത്രയും പറഞ്ഞ് രാധികയും വിളിച്ചുകൊണ്ട് അച്ചമ്മ പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജാസ്മിനും സുശീലയും. പിന്നീട് കാണിക്കുന്നത് പാറുവിനെ അണിയിച്ചൊരുക്കുന്ന ഗാർഗിയാണ്. ഇത്രയൊക്കെ വേണോ ഗാർഗിയെന്ന് പാറു ചോദിക്കുമ്പോൾ ഗാർഗി പറയുകയാണ്, നീയേ ഗായത്രി ഗ്രൂപ്പ്സിന്റെ ചെയർപേഴ്സൺ ആണിപ്പോ, അതുകൊണ്ട് ഇത് കുറഞ്ഞു പോയെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ റെഡിയായില്ലേന്ന് ചോദിച്ചുകൊണ്ട് സുശീല അങ്ങോട്ടേക്ക് വരികയാണ്. പാർവതിയെ കണ്ടിട്ട് സുശീല ചോദിക്കുകയാണ്, നീ എന്താ രണ്ടാമത് കല്യാണം വല്ലതും കഴിക്കാൻ പോവുകയാണോ? എന്തിനാ ഇങ്ങനെയൊക്കെയാണ് ഞൊരുങ്ങിയിരിക്കുന്നത്? എന്റെ സുശീലാൻറ്റി, പാർവതിയെ കളിയാക്കാൻ കിട്ടുന്ന ഒരവസരവും കളയരുത് കേട്ടോ. എന്തിനാ വെറുതെ ഈ പാവത്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഗാർഗി ചോദിക്കുമ്പോൾ, നിന്റെ സംസാരത്തിന്റെ കൂടി കുറവേ ഉള്ളായിരുന്നു, അത് തീർന്നു, നന്നായെന്ന് സുശീല പറയുന്നു. നീയേ ഒരു കുഗ്രാമത്തിൽ നിന്ന് വന്നവളാ, നീ എത്രയൊക്കെ ഒരുങ്ങിയാലും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു ചെയർപേഴ്സൺ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് സുശീല കളിയാക്കി ചിരിക്കുമ്പോൾ, എന്റെ പാറുവിനെ കളിയാക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് മണിക്കുട്ടൻ സുശീലയെ കൊത്തുകയാണ്. തുടർന്ന് സുശീല മുറിയിൽ നിന്ന് പോകുമ്പോൾ ഗാർഗിയും പാറുവും കൂടി പൊട്ടിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അച്ചമ്മയും രാധികയും കൂടി മണിചന്ദ്ര മലയുള്ള ആഭരണപ്പെട്ടി പൂജാമുറിയിൽ കൊണ്ട് പൂജിക്കാൻ വെക്കുന്നതാണ്. ഇനി നമുക്ക് ഫോട്ടോഷൂട്ടിന്റെ സമയത്ത് ഇതെടുത്താൽ പോരെ അല്ലേ അമ്മയെന്ന് രാധിക ചോദിക്കുമ്പോൾ അത് മതിയെന്ന് അച്ചമ്മയും പറയുന്നു. അതേസമയം അതിലെ പോകുന്ന പ്രതാപൻ അവരുടെ സംഭാഷണം മറഞ്ഞു നിന്ന് കേൾക്കുകയാണ്. ഈ മണിചന്ദ്രമാല അങ്ങനെ ലോക്കറിലൊന്നും വെക്കേണ്ടതല്ല, പണ്ട് കാലത്ത് ഞങ്ങള് പൂജാമുറിയിൽ വെച്ച് പൂജിക്കുമായിരുന്നു ഈ മാല. എന്തെന്നാൽ ഐശ്വര്യത്തിന്റെ ഉറവിടമാണ് ഈ മാല. പക്ഷേ ഇപ്പോഴൊന്നും ഈ മാല ഇങ്ങനെ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ, 3 കോടിയുടെ മുതലല്ലേ ഇത്. ഇത് കേൾക്കുന്ന പ്രതാപൻ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അല്ലമ്മേ, ഈ മാല പാർവതിക്ക് കൊടുക്കാൻ പോവുകയെന്ന് പറഞ്ഞപ്പോ പ്രഭാവതി ഒന്നും പറഞ്ഞില്ലേ എന്ന് രാധിക ചോദിക്കുമ്പോൾ, ആദ്യം ചെറിയ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നെന്നും പിന്നീട് കമ്പനിയിലെ മാറ്റങ്ങളൊന്നും എല്ലാവർക്കും തീരുമാനിക്കാൻ പറ്റുന്നതല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒന്നടങ്ങി നിന്നെന്നും അച്ചമ്മ പറയുന്നു. എന്താണെങ്കിലും ഫോട്ടോഷൂട്ട് കഴിയുന്നത് വരെ ഈ മാല ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഇവിടുന്ന് എന്താണെങ്കിലും ആരും ഇത് മോഷ്ടിക്കാൻ പോകുന്നില്ലല്ലോ എന്ന് അച്ചമ്മ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് അവിടെ നിന്ന് ചിരിക്കുകയാണ് പ്രതാപൻ. അമ്മേ, എനിക്ക് തോന്നുന്നത് ഈ മാല അണിഞ്ഞു കഴിയുമ്പോൾ പാർവതിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാ. അത് ശരിയാ മോളെ എന്ന് പറഞ്ഞ് രാധികയും വിളിച്ചുകൊണ്ട് അച്ചമ്മ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ പ്രഭാവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. ചേച്ചി ഇവിടെ നിന്നോ, മണിചന്ദ്രമാലയെ ഇപ്പൊ ഇവിടെയുണ്ട്. ഇവിടെയോ, എങ്ങനെയെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുകയാണ്, അത് ഫോട്ടോഷൂട്ടിന് പാർവതിക്ക് ഇട്ടുകൊടുക്കാനുള്ള മാലയാണല്ലോ അത്. അപ്പോൾ ഫോട്ടോഷൂട്ടിന് മുമ്പ് അത് പൂജിക്കാനായിട്ട് പൂജാമുറി കൊണ്ട് വെച്ചിട്ടുണ്ട് വിജയമ്മയും രാധികയും. അതിനെ 3 കോടിയാ മൂല്യമുള്ളത്. പാരമ്പര്യമായി കൈമാറി വരുന്ന മാലയായതുകൊണ്ട് തന്നെ ഗായത്രി ചേച്ചി കഴിഞ്ഞാൽ പിന്നെ അത് ചേച്ചിക്കല്ലേ കിട്ടേണ്ടത്. എന്നിട്ടോ ഇപ്പോഴാ അത് പാർവതിക്കാ കിട്ടുന്നത്. ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, എടാ, ഇപ്പൊ പാർവതിക്കോ പങ്കജാക്ഷിക്കോ ആർക്ക് വേണമെങ്കിലും കൊടുക്കട്ടെ, അവസാനം അത് കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ കൈ തന്നെ എത്തിച്ചേരും. എന്റെ ചേച്ചി, നമുക്കത് അടിച്ചു മാറ്റി ഇവിടെ നിന്ന് മുങ്ങിയാലോ, എന്നിട്ട് എവിടെയെങ്കിലും പോയി സെറ്റിലായി സുഖമായി ജീവിക്കാമെന്ന് പ്രതാപം പറയുമ്പോൾ, 100 കോടി സ്വത്ത് വിട്ടിട്ട് 3 കോടിയുടെ പുറകെ പോകാൻ ഞാൻ എന്താടാ മണ്ടിയാണോ എന്ന് പ്രഭാവതി ചോദിക്കുന്നു. എന്റെ ചേച്ചി, ആ മാല കണ്ടിട്ട് എനിക്ക് അടിച്ചു മാറ്റാനാ തോന്നുന്നത്. എങ്കിലൊരു കാര്യം ചെയ്, നീ പോയത് പൊക്കിക്കൊണ്ടുവാ, എന്നിട്ട് നമുക്കത് വെച്ചൊരു പണിയുണ്ട് ചെല്ലടാ എന്ന് പ്രഭാവതി പറയുമ്പോൾ പ്രതാപൻ ആ മാല എടുക്കാനായി പൂജാമുറിയിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പല്ലവിയുടെ അടുത്തേക്ക് പ്രഭാവതി ചെല്ലുന്നതാണ്. മോള് ഒരുങ്ങിയോ? ഞാൻ മോളെ ഒരുക്കാമെന്ന് കരുതിയാ വന്നത്. മോൾക്ക് ഞാൻ മുല്ലപ്പൂ കൊണ്ടുവന്നിട്ടുണ്ട്, വെച്ചു തരാമെന്ന് പറഞ്ഞ് പ്രഭാവതി പല്ലവിയുടെ തലയിൽ മുല്ലപ്പൂ വെച്ചു കൊടുക്കുകയാണ്. മോളുടെ കഴുത്തില് മാലയൊന്നുമില്ലല്ലോ, മോൾക്ക് സ്വർണ്ണമാലയൊന്നുമില്ലേ? പെണ്ണിന്റെ ചന്തം കൂട്ടുന്നത് പൊന്നാണ്. എനിക്ക് സ്വർണ്ണമാല ഒന്നും ഇല്ലല്ലോ എന്ന് പല്ലവി പറയുമ്പോൾ, അതിനെന്താ, ഈ അമ്മയുണ്ടല്ലോ മോൾക്ക്, അതൊക്കെ തരാൻ. ഇത്രയും പറഞ്ഞ് പ്രഭാവതി പ്രതാപനെ വിളിക്കുമ്പോൾ ആഭരണ പെട്ടിയുമായിട്ട് പ്രതാപൻ അങ്ങോട്ടേക്ക് വരുന്നു. പ്രതാപൻ ആ ആഭരണപ്പെട്ടി തുറക്കുമ്പോൾ അതിലുള്ള മണിചന്ദ്രമാല കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. പ്രഭാവതി ആ മാല എടുത്തിട്ട് പല്ലവിയോട് പറയുകയാണ്, മോൾ ഇത് അണിഞ്ഞോളൂ, മോൾക്ക് അമ്മ തരുന്നതല്ലേ, ഇതിന് 3 കോടി രൂപയാ മൂല്യമുള്ളത്. അമ്മേ, എനിക്കിത് വേണ്ടെന്ന് പല്ലവി പറയുന്നുണ്ടെങ്കിലും അമ്മ തരുന്നതല്ലേ, ഞാൻ തന്നെ ഇട്ടുതരാമെന്ന് പറഞ്ഞ് പ്രഭാവതി പല്ലവിയുടെ കഴുത്തിലേക്ക് ആ മാല ഇട്ട് കൊടുക്കുകയാണ്. ഇനി മോള് എല്ലാവരുടെയും ഒപ്പം താഴേക്ക് വരാൻ പറഞ്ഞ് പ്രഭാവതിയും പ്രതാപനും അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഫോട്ടോഗ്രാഫർ വന്നിരിക്കുന്നതാണ്. അല്ല, വിശാലും പാറുവും ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പ്രഭാവതി വരുമ്പോ അവര് ഇപ്പൊ വരുമെന്ന് രാധിക പറയുന്നു. അങ്ങനെ പാറുവും വിശാലും വിപിനും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. സാറിന്റെ ഫോട്ടോയാണോ അതോ മേഡത്തിന്റെ ഫോട്ടോയാണോ എന്ന് ആ ഫോട്ടോഗ്രാഫർ ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ്, ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ, ആദ്യം പാർവതിയുടെ തന്നെ എടുക്കൂ. പാർവതി ഫോട്ടോ എടുക്കാനായി ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് അച്ചമ്മ വരികയാണ്. പാർവതി മോളെ അവിടെ നിന്നേ. രാധികെ, മണിചന്ദ്രമാല അണിഞ്ഞിട്ട് വേണം ഫോട്ടോ എടുക്കാനെന്ന് നമ്മൾ ആദ്യമേ തീരുമാനിച്ചതല്ലേ, നീ എന്താ മറന്നുപോയോ? അതമ്മേ, ഞാൻ മറന്നു. എങ്കിൽ നീ പോയി പെട്ടെന്ന് അതെടുത്തോണ്ട് വരാൻ പറഞ്ഞ് അച്ചമ്മ രാധികയെ പൂജാമുറിയിലേക്ക് അയക്കുകയാണ്. അതേസമയം നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചോർത്ത് പരസ്പരം നോക്കി ചിരിക്കുകയാണ് പ്രതാപനും പ്രഭാവതിയും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.